നമ്മൾ ചില സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ രീതികളും പെരുമാറ്റവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളുടേതായ സ്വഭാവമായിരിക്കും. അതേപോലെ ചില ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടേതായ ക്യാരക്ടർ അല്ലേ, അവർ വളരെ പെണ്ണുങ്ങളുടെ ഒരു രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അതായത് നമ്മളുടെ ശരീരത്തിൽ ഒരു രണ്ട് രീതിയിലുള്ള എനർജീസ് ഉണ്ട്. മെയിൽ എനർജി ഉണ്ട്, ഫെമിൻ എനർജി ഉണ്ട്. അതായത് ഇടത്തെ സൈഡിൽ ഫെമിൻ എനർജി, വലത്തെ സൈഡിൽ മെയിൽ എനർജി. അങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ നമുക്കിത് രണ്ടും ബാലൻസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇരിക്കുന്നതാണ് കറക്റ്റ്. പക്ഷേ ചില സ്ത്രീകൾക്ക് ഈ ഫെമിൻ എനർജി വളരെ കുറവും മെയിൽ എനർജി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്തുണ്ടാവുക, അവർ ആണുങ്ങളുടെ പോലെ പെരുമാറും. ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു പെണ്ണിൻ്റേതായ ഒരു ക്യാരക്ടർ കുറവായിരിക്കും. അവരെപ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ അഗ്രസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ആണുങ്ങളുടെ പോലെ ഭയങ്കര ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും. അതായത് അവരെല്ലാത്തിനെയും ഇങ്ങനെ ആണുങ്ങളുടെ രീതി കൂടി കാണുകയും അതുപോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. അപ്പോൾ പൊതുവേ അപ്പോൾ നമ്മളവർ അഹങ്കാരി എന്ന് വിളിക്കും അല്ലേ, പൊതുവേ കാണുന്നൊരു സംഗതിയല്ലേ. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പോലെ ആയാൽ നമ്മൾ അഹങ്കാരികളെന്ന് പറയും അല്ലേ. പക്ഷെ അവരെ കുഴപ്പമില്ല, അവരിലുള്ള ആ മെയിൽ എനർജി കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത്തരം ആളുകൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് ഫെമിൻ എനർജി എത്ര വേണമെങ്കിലും കൂടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫെമിൻ എനർജി കൂടിയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഫെമിൻ എനർജി ആണ് എനിക്ക് കൂടുതൽ. പക്ഷേ മെയിൽ എനർജി ബാലൻസ് അവസ്ഥയിൽ ഉണ്ട് താനും. പക്ഷേ അതിനേക്കാൾ ഹൈ ആണ് ഫെമിൻ എനർജി. അപ്പോൾ നമ്മൾ കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. നമ്മൾ ഏത് സിറ്റുവേഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി, ഒരു ഗ്രൗണ്ടഡ് ആകുക എന്ന് പറയില്ലേ, അതുപോലെയാവും. ഞാൻ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പിന്നീട് കയറി വന്നതാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റും. അത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് മെയിൽ എനർജി, പ്രത്യേകിച്ച് സ്ത്രീകൾ അത് കണ്ടെത്തുക. നിങ്ങൾക്ക് മെയിൽ എനർജി കൂടുതലാണോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഫെമിൻ എനർജിനെ ബൂസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. ഓട്ടോമാറ്റിക് മെയിൽ എനർജിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. അപ്പോൾ നിങ്ങളൊന്ന് ഞാനീ പറയണമെന്ന് ശ്രദ്ധിച്ച് നോക്കുക.